എല്ലാവരുടെയും ചോദ്യം ഇതാണ്, ഓർഡർ നിർത്തിയോ, കേക്ക് ഇപ്പോൾ ചെയ്യാറില്ലേ എന്നൊക്കെയാണ്. സോ നിർത്തിയിട്ടില്ല, ഓർഡർ ഇപ്പോൾ കുറച്ച് കുറവാണ്. പിന്നെ എന്ന് പറയാൻ എഡിറ്റ് ചെയ്യാനും ഒന്നിനും ടൈം കിട്ടാത്തത് കൊണ്ട് സ്റ്റോറിയും സ്റ്റാറ്റസും ഒന്നും ഇടാറില്ല. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇനി കുറച്ച് പതിയെ നമുക്ക് ഇട്ട് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കുറച്ച് വർക്ക് കാണാം. ഇന്ന് ഫസ്റ്റ് വൺ നമുക്ക് ഇന്ന് കുറച്ച് ഡമ്മി കേക്ക് ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് അല്ലാതെ നോർമൽ കേക്കും ഉണ്ട്. ബ്രൈഡ് ടു ബി, വെഡ്ഡിങ്ങിൻ്റെ, എൻഗേജ്മെൻറ്റിൻ്റെ, പിന്നെന്താ ബർത്ത്ഡേ, അങ്ങനെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ബ്രൈഡ് ടു ബി കേക്കിൻ്റെ പണിയിലേക്ക് നോക്കിയാലോ. സോ കേക്ക് വന്നിട്ട് ഒരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ കളറ് എനിക്ക് ഒന്നാമത് എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോയിൽ 2 ടൈപ്പ് കസ്റ്റമർ ഉണ്ട്. ഞാൻ അങ്ങനെ പറയില്ല കേട്ടോ. പക്ഷേ ഒരു ആൾക്ക് എനിക്ക് കറക്റ്റ് എക്സാക്റ്റ് അവർ പറഞ്ഞ കളറിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് അധികം കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് എത്തിക്കാൻ പറ്റിയത്. അപ്പം ഇത് കാണുമ്പം കസ്റ്റമറിന് എന്നോട് ചീത്ത പറയില്ലായിരിക്കുമല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് വൺ ബ്രൈഡ് ടു ബി ആയിരുന്നു. അവർ പറഞ്ഞ കളർ ഇതല്ല, പക്ഷേ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് മാക്സിമം ആ ഒരു കളറിലേക്ക് എത്തിക്കാമെന്നുള്ളത്. പക്ഷേ അവർക്ക് കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ കേക്ക് നമ്മൾ ടോളാക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്ലാക്ക് ഫോറസ്റ്റിലാണ്. ദെൻ ഒരു ബീഡ്സ് വർക്ക്, പിന്നെ കുറച്ച് ഫ്ലവറൊക്കെ വെച്ചിട്ട് ടോപ്പറും, ബ്രൈഡ് ടു ബീൻ്റെ ടോപ്പറും കൂടെ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ട് ഒരു മിനിമൽ സിമ്പിൾ ആൻഡ് ഹംബിളായിട്ടുള്ളൊരു ഡിസൈൻ. സോ പരിപാടി കരിയാത്തമ്പാറയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് പിക്ക് ചെയ്ത് പോയതായിരുന്നു കേട്ടോ. സോ നെക്സ്റ്റ് കേക്ക് വന്നിട്ട് ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. അപ്പം ഓർഡർ തന്നത് നമ്മളെ വീട്ടിനടുത്തുള്ളൊരു ചേച്ചിയായിരുന്നു. ബ്യൂട്ടീഷ്യനാണ് കേട്ടോ, ബ്യൂട്ടീഷ്യൻ. സോ വർക്കിൻ്റെ ഡീറ്റെയിലൊക്കെ അറിയണമെങ്കിൽ ഞാനിതാ പേജ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് കയറി ചെക്ക് ചെയ്യാം കേട്ടോ. വർക്കൊക്കെ കൊള്ളാം കേട്ടോ. എന്തെങ്കിലും ബ്രൈഡൽ എൻക്വയറീസൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കയറി ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ കേക്കിലേക്ക് വരാം. അപ്പോൾ കേക്ക് വന്നിട്ട് 2 kg ആണ്. 2 kg ബ്ലാക്ക് ഫോറസ്റ്റിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റെഫറൻസ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ചെറിയതായിട്ടൊരു പെട്ടെന്നുള്ളൊരു ഓർഡർ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ടോപ്പറിൻ്റെത് നമുക്ക് പെട്ടെന്ന് അറേഞ്ച് ചെയ്തത് കൊണ്ട് തന്നെ കുറച്ച് സൈസ് ഒന്ന് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് സ്റ്റാക്ക് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ കിടക്കാം. അങ്ങനെ നമ്മൾ അതിൻ്റെ ആ ലൈൻസ് ഗോൾഡൻ ഇതാക്കിയിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് കുറച്ച് ഷുഗർ ബോൾസ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ടോപ്പർ വെക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പർ, അത് സൈസ് വെച്ച് നോക്കിയപ്പം താഴെ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നി. പക്ഷെ അവിടെ അത് നിൽക്കുന്നുണ്ടായിരുന്നില്ല. ദെൻ നമ്മൾ മുകളിൽ തന്നെ ആ ഒരു ഹൈറ്റിൻ്റെ അവിടെ, ടോപ്പിലല്ല, ആ ഒരു ഹൈറ്റിൻ്റെ അവിടെ വെച്ചിട്ട് സെറ്റാക്കി എടുത്തു കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു. ദെൻ നമുക്ക് നെക്സ്റ്റ് ഓർഡറിലേക്ക് കിടക്കാം. ഈ ഒരു ഓർഡറിൻ്റെ നാത്തു വഴി വന്നതാണ്. പിന്നെ നമ്മൾ റെഗുലർ കസ്റ്റമർ തന്നെയാണ്. ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ ഒരു 1.5 kg വരുന്ന ഹണി ആൽമണ്ട് കേക്കിൻ്റെ ഓർഡറായിരുന്നു. നമ്മളെ വർക്ക് തന്നെയായിരുന്നു അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ചെറിയ ചേഞ്ചസ് ഞാൻ വരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാ കസ്റ്റമറോടും ഞാൻ പറയാറുണ്ട്. എപ്പം നമ്മൾ സെയിം ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ചെറിയ ചേഞ്ചസൊക്കെ അതിൽ വരുത്തുമെന്ന് പറയാറുണ്ട്. അപ്പോൾ അവർക്കും ഓക്കെ ആണ്. അങ്ങനെ സെറ്റാക്കിയിട്ട് പ്രിൻ്റ് ഒന്ന് ചെറുതായിട്ട് നമ്മൾ ചെറിയൊരു ചേഞ്ചൊക്കെ വേണ്ടേ അല്ലേ. അങ്ങനെ കേക്ക് നമ്മൾ അത്യാവശ്യം നോർമൽ ടോളിലാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു 1.5 kg ആണ് പറഞ്ഞല്ലോ. ദെൻ സിമ്പിൾ ആൻഡ് ഹംബിളായിട്ടുള്ളൊരു ഡിസൈനായിരുന്നു. വൈറ്റ് കേക്ക് തന്നെയാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഹാർട്ട്, അത് റെഡിൽ തന്നെ വേണമല്ലോ, അതുകൊണ്ട് ചെറുതായിട്ട് ഹാർട്ട് റെഡ് കൊടുത്തു. ദെൻ ഒരു റിബണ് റെഡ് തന്നെ കൊടുത്തു. പിന്നെ ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ, ദെൻ റൈറ്റിങ്, അവർ പറഞ്ഞ കുറച്ച് വേർഡ്സ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ഫോണ്ടന്റിൽ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ആ ഒരു പ്രിൻ്റ്, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. സിമ്പിൾ ആൻഡ് ഹംബിളായിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു. സോ ഇനി നെക്സ്റ്റ് കേക്കിലേക്ക് കിടക്കാം. ഈ ഒരു കേക്ക് നമ്മൾ ഡമ്മി പ്ലസ് കേക്ക് വെച്ച് സെറ്റാക്കി എടുത്തൊരു കേക്കായിരുന്നു. പിന്നെ ഈ ഓർഡർ വന്നത് നമ്മളുടെ ഹൈസ്കൂൾ
ഹൈസ്കൂളിലുള്ള ടീച്ചറെ മോളെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ബർത്ത്ഡേ സ്മാഷിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ കേക്ക് വരുന്നത് ഒരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കളേഴ്സും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞതുപോലെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ള ഒരു ചെറിയൊരു ടെൻഷൻ എന്ന് പറയാൻ, ഇതിലൊരു റിബണ് വരുന്നുണ്ടേ. അപ്പോൾ അതിൽ കളറിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും കസ്റ്റമറോട് പറയാറുണ്ട്, ചില കാര്യങ്ങൾ കേക്കിലേക്ക് നമ്മൾ സെറ്റാക്കുന്ന ടൈമിൽ ചില കാര്യങ്ങൾ നമുക്ക് കിട്ടില്ല. അപ്പോൾ അത്യാവശ്യം ടൈം നമുക്ക് തരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അത് സെറ്റ് ചെയ്യാൻ പറ്റും. ചിലതൊക്കെ ആണെങ്കിൽ എത്ര ടൈം കിട്ടിയാലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റാത്തതും ഉണ്ടാവും. അപ്പോൾ ഇത് അങ്ങനെയുള്ളൊരു ഇതായിരുന്നു. പക്ഷേ നമുക്ക് കിട്ടിയ കളറ് ഇതിന് മാച്ചായി പോവും എന്നൊരു ചെറിയൊരു ഹോപ്പ് ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. കേക്കിൽ വെച്ചപ്പോൾ തന്നെ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ളൊരു ഡിസൈനായിരുന്നു. കുറച്ച് ബീഡ്സ്, നെയിം, പിന്നെ ടോപ്പർ, പിന്നെ ഈ ഒരു റിബണ്, അത് മാത്രമായിരുന്നു കേട്ടോ. ഓ, ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾ പറ കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഓർഡറിലേക്ക് കിടക്കാം. ഈ ഓർഡർ വന്നിട്ട് നമ്മളുടെ റെഗുലർ കസ്റ്റമർ തന്നെയാണ്. കേക്കിൻ്റെ ഫ്ലേവർ വന്നിട്ട് ഒരു മിൽക്കി നട്ട് 1 kg സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. സോ ഡിസൈനും കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ സെറ്റാക്കിയൊരു സ്പൈഡർമാൻ്റെ ഒരു തീമിൽ സെറ്റാക്കിയെടുത്തൊരു കേക്കായിരുന്നു കേട്ടോ. സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള കുറച്ച് ബോൾസും പ്രിൻറ്റും നെയിമും കൂടെ വെച്ചിട്ട് സെറ്റാക്കിയെടുത്തായിരുന്നു. സോ ഗൈസ്, ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് കേക്കിലേക്ക് കിടക്കാം. ഇത് നമ്മളുടെ ഫസ്റ്റ് കസ്റ്റമറാണ്. അപ്പോൾ കസ്റ്റമർ വന്നിട്ട് നമ്മളുടെ ബാലുശ്ശേരി മെഡിക്കൽസ് ഇംഗ്ലീഷ് മരുന്ന് ഷോപ്പിലുള്ള ഒരു ചേച്ചി തന്ന ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ. വലിയ ആൾക്ക് വേണ്ടിയുള്ള കേക്ക് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. നോർമൽ ഡിസൈനിൽ സെറ്റാക്കി എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ റെഡ് വെൽവെറ്റിൻ്റെ കുറച്ച് പൗഡർ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോപ്പിലൊരു വൈറ്റ് ക്രീം കൊണ്ടൊന്ന് ജസ്റ്റ് ഒരു ബോർഡർ പോലെ കൊടുത്തിട്ട് ദെൻ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ക്രംസ് ഇട്ടിട്ട് നെയിം ബോർഡും കൂടെ ജസ്റ്റ് സെറ്റാക്കി കൊടുത്തു. സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. സെറ്റാക്കി വെച്ചപ്പോഴാണ് അവിടെ ഒരു കംപ്ലീഷൻ പോലെ തോന്നാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് ലുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ദെൻ നെക്സ്റ്റ് വൺ നമ്മളുടെ വീട്ടിനടുത്തുള്ളൊരു ചേച്ചീൻ്റെ മോന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ദെൻ കേക്ക് വന്നിട്ടൊരു 1 kg അത്യാവശ്യം നല്ലപോലെ ഫ്ലാറ്റ് ആക്കിയിട്ടുള്ളൊരു നട്ടി ബബിൾ കേക്കായിരുന്നു. കേക്ക് നമ്മൾ ഡെക്കറേഷൻ പരിപാടിയിലാണ്. സൈഡിൽ നമ്മൾ നട്ട്സും ചോക്കോ ചിപ്സും കൂടെ വെച്ചിട്ട് സെറ്റാക്കി എടുത്താണ് 4 കോർണറും. ദെൻ അതിൻ്റെ മുകളിൽ ആയിട്ട് നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട്. നോർമൽ ഡിസൈൻ തന്നെയാണ് കേട്ടോ. പിന്നെ ടീ ബബിളിൻ്റെ ബബിളാണ് നമ്മൾ സെറ്റാക്കുന്നത്. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടാണ് സെറ്റാക്കുന്നത് കേട്ടോ. അങ്ങനെ ബബിൾസ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ മെയിൻ പരിപാടി ഈ ഒരു ബൂസ്റ്റ് പൗഡർ സ്പ്രെഡ് ചെയ്യാമെന്നാണ്. ദെൻ അതിൻ്റെ പണിയും ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ബുളു പാർട്ടില്ലേ, ആ ബുളു പാർട്ട് എടുത്ത് മാറ്റിയിട്ട് അവിടെ നിന്ന് ജസ്റ്റ് ഒരു ബോർഡർ പോലെ കൊടുക്കുക വേണം. നെയിമും കൂടെ കൊടുക്കണം. അങ്ങനെ അതും കൂടെ സെറ്റ് ചെയ്ത് കേക്കിനുള്ളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ദെൻ നമുക്ക് നെക്സ്റ്റ് കേക്കിലേക്ക് കിടക്കാം. ഇതൊരു എന്താ പറയുക, 2ാം ജന്മമുള്ള കേക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ ഡിസൈന് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെ ഓക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ നമ്മൾ പറയില്ലേ, മനസ്സോടെ ഓക്കെ പറയാമെന്ന്. അതേപോലെയായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കസ്റ്റമറാണ്. ഫസ്റ്റ് ഇംപ്രഷന് ഞാൻ കളഞ്ഞു. പോട്ടെ. അങ്ങനെ നേരം കളറ് അവർ പറഞ്ഞ പോലെ അപ്പോൾ അവരെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു. സംഭവം ഒരു ചെറിയൊരു ഡ്രസ്സിൻ്റെ ഇത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പാറ്റേണിൽ സെറ്റാക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ കളർ അവർ പറഞ്ഞ ഇതിലാണ് സെറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ശരിക്കും ആ ഒരു ഡ്രസ്സിൻ്റെ കളറിലേക്ക് എത്തിക്കാനാണ് ശ്രമിച്ചത്, പക്ഷേ നടന്നില്ല. പിന്നെയാണ് അവർ പറയുന്നത് അവർക്ക് ആ കളറല്ല വേണ്ടത്, ഇവർക്ക് ഈ കളറാണ് വേണ്ടത്. അങ്ങനെ പിന്നെ ക്രീമൊക്കെ പോക്കി നമ്മൾ കളറിലാക്കി അവർ പറഞ്ഞ. പിന്നെ ഈ കേക്കിൻ്റെ മുകളിൽ ക്രീം കൊണ്ട് റൈറ്റിംഗ് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ പിടിച്ച പണിയാണ്. ചെയ്യും, പക്ഷെ എന്നാലും ചെറിയൊരു ടെൻഷനാണ്. ഇതിലുള്ള ഞാനൊരു പൂ വരയ്ക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാനാ. അങ്ങനെ പറ്റും പോലെയൊക്കെ നമ്മൾ സെറ്റാക്കി എടുത്തു.
പിന്നെ ഒരു ടോപ്പറും കൂടെ വെച്ച് കേക്കിൻ്റെ ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി ആ കസ്റ്റമർ പരിസരത്തേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇന്നത്തെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഡെലിവറി ഉണ്ടായിരുന്നു, പിന്നെ വന്ന് കളക്ട് ചെയ്തവരും ഉണ്ടായിരുന്നു. സോ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് കേക്കിൻ്റെ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ഓർഡേഴ്സൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. പിന്നെ അതുവരേക്കും നിങ്ങളെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കി വെക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇനിയും ഉണ്ടെന്ന് എനിക്കറിയാം. പറ്റുമെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യടേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. പിന്നെ ഉള്ളത്, ഒരുവിധം എല്ലാവരും ഈ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പ്ലീസ് ഒന്ന് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. അപ്പോൾ ഓക്കെ, ബൈ.